ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടന എന്നതോടൊപ്പം ആ മഹത്തായ മാതൃസംഘടനക്ക് കൂടുതൽ കരുത്തു പകരുന്ന, കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന, നമ്മുടെ നേതൃത്വത്തിന് ധൈര്യവും സ്ഥൈര്യവും പകരുന്ന ഒരു സംഘടനാ സംവിധാനമായി ഈ പ്രസ്ഥാനത്തിന് മാറാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഓർക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ രാജ്യം വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു യുദ്ധത്തിൻ്റെ ഭീതി നിറഞ്ഞു നിൽക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് നമ്മുടെ രാജ്യം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ പ്രഖ്യാപിച്ചതുപോലെ ഭീകരവാദത്തിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ ഇസ്ലാമിക ലോകം എന്നും മുന്നിൽ നിന്നിട്ടുണ്ട്. മതത്തിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഭീകരപ്രവർത്തനങ്ങളും തീവ്രവാദവുമായി രംഗത്ത് വരുന്ന കാലത്തെല്ലാം അത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല, അത് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കാൻ പാരമ്പര്യ മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും എല്ലാ കാലത്തും മുന്നിൽ നിന്നിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ അതേ പാതയിലൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മഹത്തായ പ്രസ്ഥാനം അതിൻ്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭമാണിത്. ഈ സംഘടനയുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള മതവിരുദ്ധമായ, നിയമവിരുദ്ധമായ ആശയങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ പിന്തുണച്ചു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുക്കാത്ത വിധം അതിനെതിരെയൊക്കെ ശക്തമായ സമീപനം സ്വീകരിക്കുക മാത്രമല്ല, നമ്മുടെ മദ്രസകളിലൂടെ, ദർസുകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ കൃത്യമായ ഇസ്ലാമികമായ ആശയം പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, വളരെ ബോധപൂർവം മുസ്ലിങ്ങൾക്കെതിരെ ഭീകരവാദത്തിൻ്റെ ചാപ്പകുത്തി ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും സർക്കാരിൻ്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി അത്തരത്തിലുള്ള ചില ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ 26 പേർ ഭീകരവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. എല്ലാവരാലും എതിർക്കപ്പെടേണ്ട, ഒരർത്ഥത്തിലും പിന്തുണക്കാൻ കഴിയാത്ത ക്രൂരമായ ഒരു പ്രവർത്തനമാണ്. നിരപരാധികളായ വിനോദസഞ്ചാരികളെ അവിടെ വെച്ചുകൊണ്ട്, സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരുടെയും കുടുംബ ബന്ധുമിത്രാദികളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ക്രൂരമായി വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ആ വാർത്തകൾ പുറത്തു വന്നപ്പോഴേക്ക് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിലുള്ള മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഉണ്ടായി. പക്ഷെ നാം അറിയേണ്ടത്, മലയാളിയായ കൊച്ചി സ്വദേശിയായിട്ടുള്ള, ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്നൊരു സഹോദരൻ ആ ഭീകരന്മാരുടെ വെടിയേറ്റുകൊണ്ട് മരണപ്പെട്ടിരുന്നു. ആ മരണപ്പെട്ട വാർത്ത പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ മകൾ ആരതി എന്ന് പറയുന്നൊരു സഹോദരി അവരിവിടുത്തെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരതി പറഞ്ഞു, ക്രൂരമായ വെടിയൊച്ചകൾക്കും ബഹളങ്ങൾക്കും ഭീതി പരത്തുന്നതിനിടയിൽ ഞാൻ എൻ്റെ പിതാവിനെ ക്രൂരമായി വെടിവെച്ച് വീണുന്ന ആ കാഴ്ച കണ്ടപ്പെടും. ഇനി ഒരിക്കലും എൻ്റെ പിതാവിനെ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ ഞാൻ എൻ്റെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോ മുസാഫിർ, ഷമീർ എന്ന് പറയുന്ന 2 മുസ്ലിം യുവാക്കളാണ്
എന്നെ രക്ഷിച്ചത് എന്ന അഭിമാനത്തോടുകൂടി പറയുന്ന സാഹചര്യമുണ്ടായി. പറയുക മാത്രമല്ല, എനിക്ക് എന്റെ പിതാവ് നഷ്ടപ്പെട്ടു, എന്റെ മക്കളെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോരുമ്പോ എനിക്ക് കശ്മീരിൽ 2 മുസ്ലിം സഹോദരന്മാരുണ്ട്, അവരെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് ആരതി എന്ന മലയാളി സഹോദരി വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. ഞാനത് ഊന്നി പറയാൻ കാരണം, ഇവിടെ എന്ത് സംഭവിച്ചാലും അതിനെല്ലാം മുസ്ലിങ്ങളെ നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ ഭീകരപ്രവർത്തനങ്ങൾക്കും പിന്നിൽ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന വലിയ അജണ്ടകളും പ്രഖ്യാപനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രത്യാക്രമണമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മുടെ രാജ്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെന്ന് കൃത്യമായി നിർണയിക്കപ്പെട്ട 9 കേന്ദ്രങ്ങളിൽ അതിനെതിരെ പ്രത്യാക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ അറിയേണ്ടത്, ഇന്ന് ലോകത്ത് പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ യുദ്ധങ്ങളിൽ ഏറ്റവും വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളപ്രചരണത്തിലൂടെയാണ്, നുണപ്രചരണത്തിലൂടെയാണ്. വ്യാജ വാർത്തകൾ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുന്ന ഘട്ടമെത്തിയപ്പോ പാക് മാധ്യമങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ഇന്ത്യക്കെതിരെ, ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിട്ടപ്പോ ആ വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിക്കുന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിക്കാൻ മുന്നോട്ട് വന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങളെയും വ്യാജ വാർത്തകളെയും പൊളിച്ചടക്കിയതിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം കള്ളക്കേസ് ചുമത്തിയിട്ട് നരേന്ദ്രമോദി ജയിലിലടച്ച ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ സഹപത്രാധിപനായ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ മുഹമ്മദ് സുബൈർ ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ രാജ്യദ്രോഹിയായിരുന്നു. അവർക്ക് അദ്ദേഹം കള്ളവാർത്തകൾ ചമക്കുന്നയാളായിരുന്നു. അദ്ദേഹം മുസ്ലിം ഭീകരവാദികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നയാളായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെ വ്യാജ വാർത്ത ചമച്ച് രംഗത്ത് വന്നപ്പോ ആ വ്യാജ വാർത്തകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് അത് കള്ളവാർത്തയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ നരേന്ദ്രമോദിയുടെയും യോഗിയുടെയും മുമ്പിൽ രാജ്യദ്രോഹിയായി കള്ളക്കേസ് ചുമത്തി ജയിലടക്കിച്ച് രാജ്യദ്രോഹി എന്ന് വിളിച്ച മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന മുസ്ലിം മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിലുള്ള മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ അടിച്ചുവിട്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അപകടകാരികളാണ്, അവരടുപ്പിക്കാൻ പാടില്ലാത്തവരാണ്, അവർ ഈ നാടിന്റെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. പഹൽഗാമിലെ ആ ഭീകര ആക്രമത്തെ എല്ലാവരും എതിർക്കുന്നു, ശക്തമായി വിമർശിക്കുന്നു. ആർക്കും അതിനെ പിന്തുണക്കാൻ കഴിയില്ല. നിഷ്ഠൂരമായ പ്രവർത്തനമാണ്. ആക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഓപ്പറേഷൻ സിന്ദൂർ, അതിനെതിരായിട്ടുള്ള പ്രത്യാക്രമണം നമ്മുടെ രാജ്യത്ത് നടന്നപ്പോ ഇന്ത്യ രാജ്യത്ത് 140 കോടി ജനങ്ങളും അതിനനുകൂലമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്ന, രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതെല്ലാം ശരിവെച്ചുകൊണ്ട് തന്നെ പറയുന്നു, എന്നാൽ 26 നിരപരാധികളെ ഭീകരവാദികൾക്ക് വെടിവെച്ചു കൊല്ലാൻ അവസരം സൃഷ്ടിക്കപ്പെടുന്ന സംഭവത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷാ വീഴ്ച ഇനി ചർച്ച ചെയ്യാതിരുന്നുകൂടാ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇതെല്ലാം നടന്നു, പ്രത്യാക്രമണം നടന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നത് 26 നിരപരാധികൾ കൊല ചെയ്യപ്പെട്ട ആ സംഭവത്തിൽ അതിലെ കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്യണം. അത് മൂടിവെക്കാൻ
ഒരു ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടും സാധ്യമല്ല എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഇതെല്ലാം നടന്നു, രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറി, ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളും എല്ലാം മാറി. എല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ പോലും വഖഫ് ഭേദഗതി നിയമം ഇവിടെ പാസാക്കപ്പെട്ടിട്ടുണ്ട്. അത് മറക്കാൻ സമയമായിട്ടില്ല. ബുൾഡോസർ രാജിലൂടെ ഉത്തരേന്ത്യയിലെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് പള്ളികളും ആയിരക്കണക്കിന് മുസ്ലിം വീടുകളും തകർത്തെറിഞ്ഞിട്ടുണ്ട്. അത് മറക്കാൻ സമയമായിട്ടില്ല. അതിനെല്ലാം പരിഹാരമുണ്ടാകണം. അതിനെല്ലാം നിയമപരമായ നീതിപീഠങ്ങൾ ഇടപെടണം. അവിടെയെല്ലാം മുസ്ലിം സമുദായത്തിന്റെ അവകാശാധികാരങ്ങൾ തിരിച്ചു ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം നയിക്കപ്പെടണമെന്നത് എന്തെല്ലാം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിച്ചാലും അതെല്ലാം ഇവിടെ ശേഷിപ്പുണ്ട്. അതെല്ലാം രാജ്യത്തെ മുസ്ലിങ്ങളോ ന്യൂനപക്ഷങ്ങളോ അധസ്ഥിത വിഭാഗത്തിനോ മറക്കാനും വിസ്മരിക്കാനും കഴിയാത്ത വലിയ വലിയ അപകടകരമായ നിയമനിർമ്മാണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ അറിയണം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കും. ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കും. ഒരു കാലത്ത് ജാതി സെൻസസ് ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അതിവിടെ ജാതീയമായ അകൽച്ചക്കും മതപരമായ സ്പർദ്ധക്കും കാരണമാകും. ഒരിക്കലും ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കാൻ പാടില്ല എന്ന് വാദിച്ചവരായിരുന്നു BJP. ഇവിടുത്തെ പല മുഖ്യധാരാ കക്ഷികളും ജാതി സെൻസസിനെതിരായിരുന്നു. കാരണം നമ്മുടെ ബ്യൂറോക്രസി ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമാണെങ്കിലും രാജ്യത്തിന്റെ മുഖ്യധാരയാണെങ്കിലും എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഉന്നത കുലജാതിയിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് പൗരന്മാരുടെ സെൻസസ് എടുക്കുമ്പോ അവിടെ മതവും ജാതിയും ഉപജാതിയും ഉൾപ്പെടെ അവർക്ക് ലഭ്യമായ അവസരങ്ങളും അവരുടെ പ്രാതിനിധ്യവുമെല്ലാം വിശദമായ ഒരു സ്ഥിതിവിവര കണക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ന്യൂനപക്ഷങ്ങൾ, പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന പല ന്യൂനപക്ഷ ജനവിഭാഗത്തിനും ഈ രാജ്യത്തിന് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എത്തിയിട്ടില്ല എന്ന സത്യം പുറത്തുവരും. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വിഭവ വിതരണത്തിലെ അസന്തുലിതാവസ്ഥ എല്ലാവർക്കും ബോധ്യമാകും. അപ്പൊ സ്വാഭാവികമായി ഇവിടുത്തെ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ വിഭവം നിയമാനുസൃതമായി നീതിപൂർവമായി വിതരണം ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാജ്യത്തെന്നും ജാതി സെൻസസ് നടപ്പാക്കാൻ പാടില്ല എന്ന സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. 2001 സെൻസസ് നടന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് മതവും ജാതിയും തിരിച്ചുള്ള സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വലിയ മുറവിളി കൂട്ടി. പക്ഷെ ഇവിടെ സെൻസസ് നടന്നപ്പോ ആ സെൻസസ് നടപ്പാക്കിയില്ല. 2011 ആവശ്യമുണ്ടായിരുന്നു. 2011 സെൻസസ് നടപ്പാക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ പാർലമെന്റിൽ ബഹളം വരെ ഉണ്ടായി. പക്ഷേ അന്ന് നടപ്പാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സെൻസസ് നടപ്പാക്കിയപ്പോ ജാതി സെൻസസിലേക്ക് കടന്നു വന്നില്ല. അവസാനം ഏതാനും വർഷങ്ങൾക്ക് ശേഷം 2021-22 വർഷത്തിൽ ഇവിടെ സെൻസസ് അല്ലാതെ ജാതി വിദ്യാഭ്യാസ സാമ്പത്തിക സർവേ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നു. ആ സർവേ നടത്തി. പക്ഷേ സർവേ നടത്തി ഈ നിമിഷം വരെ അതിൽ ചില പാകപ്പിഴവുകളുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇന്നുവരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഈ രീതിയിലുള്ള ബോധപൂർവം നമ്മുടെ രാജ്യത്ത് ഈ മുസ്ലിം സമുദായവും മറ്റു പിന്നാക്ക ജനവിഭാഗവും ഇവിടുത്തെ സാമുദായികമായ പ്രാതിനിധ്യം ലഭ്യമാകാതെ വളരെ പിറകിലാണെന്ന് യാഥാർത്ഥ്യം തുറന്നു പറയാൻ ഇന്ന് വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ചുറ്റുപാടനുസരിച്ചുകൊണ്ട് 2011 സെൻസസ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ സാക്ഷരതാ നിരക്ക് 57%. നമ്മൾ ആലോചിക്കണം, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം, ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാക്ഷരതാ നിരക്ക് 57%. അതിന്റെ അർത്ഥം ഈ രാജ്യത്ത് 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ പകുതിയോളം വരുന്ന മുസ്ലിങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ സാക്ഷരതാ നിരക്ക് അതാണ്. എന്നാൽ കേരളത്തിലേക്ക് തിരിച്ചു വന്നാലോ, എല്ലാം നേടിയെന്ന് നമ്മൾ പറയാറുണ്ട്. സാമ്പത്തികമായി നമ്മൾ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടാകാം, നമുക്ക് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാം. നമ്മുടെ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള സംഘടിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 2024 ജൂൺ 19
നമ്മുടെ മലപ്പുറം MLA ഉബൈദുള്ള സാഹിബ് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി അന്നത്തെ മന്ത്രി കെ രാധാകൃഷ്ണൻ നൽകിയ കണക്കനുസരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഇവിടുത്തെ ജനസംഖ്യാപരമായ പ്രാതിനിധ്യം 28.1%. കേരളത്തെ മൊത്തം ജനസംഖ്യയിൽ 28% മുസ്ലിങ്ങളാണ്. പക്ഷേ എല്ലാം നേടിയെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്ത് 28% ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ സംസ്ഥാനത്ത് സർക്കാർ സർവീസിലുള്ള പ്രാതിനിധ്യം 13.52% മാത്രമാണ്. നമ്മൾ എത്രത്തോളം പിന്നാക്കമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജാതി സെൻസസ് എന്തുകൊണ്ട് നടപ്പാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഓരോ മതവിഭാഗത്തിനും മതപരമായി ജാതീയമായി അവരെ വേർതിരിച്ചുകൊണ്ട് അവർക്ക് ഈ രാജ്യത്ത് എത്രത്തോളം സർക്കാർ സർവീസിലും തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും പ്രാതിനിധ്യം നേടിയിട്ടുണ്ട് എന്നതിന്റെ സർക്കാരിന്റെ ആധികാരികമായ കണക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംവരണങ്ങൾ പുനർനിർണയിക്കേണ്ടി വരും. ഇവിടെ നടക്കുന്ന പല ക്ഷേമ പദ്ധതികളും പുനർനിർണയിക്കേണ്ടി വരും. ഇവിടെ പല പിന്നാക്കത്തിന്റെയും അതേപോലെ മറ്റു പല ഓമനപ്പേരുകൾ ഇട്ടുകൊണ്ട് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നും നമ്മൾ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ അർഹതപ്പെട്ട ന്യായമായ നീതിപൂർവമായ അവകാശങ്ങളെ ഈ സമുദായത്തിന് വകവെച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഈ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ സന്നദ്ധമാകാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് അത് നടപ്പാക്കിയേ തീരൂ. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോ അദ്ദേഹം ഉന്നയിച്ചു ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കണം. നമ്മൾക്കറിയാം ഇവിടെ ബീഹാറിൽ ജാതി സെൻസസ് നടപ്പാക്കി, സംസ്ഥാന ഗവൺമെന്റാണ് നടപ്പാക്കിയത്. തെലങ്കാനയിൽ സംസ്ഥാന ഗവൺമെന്റ് ജാതി സെൻസസ് നടത്തി. ആ ജാതി സെൻസസ് അനുസരിച്ചുകൊണ്ട് ചെറിയ ചില ക്ഷേമ പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു. പക്ഷേ കേരളത്തിൽ ഒരു ജാതി സെൻസസ് നടപ്പാക്കാൻ ഇതുവരെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ സന്നദ്ധമായിട്ടില്ല. CPM-ന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നപ്പോ അവർ പ്രമേയം പാസാക്കി ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കണം. ജാതി സെൻസസ് നടപ്പാക്കാൻ താല്പര്യമില്ലെന്ന് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ള കേന്ദ്ര സർക്കാരിനോട് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനേക്കാൾ സ്വന്തം അധികാരവും ഭരണവുമുള്ള കേരളത്തിൽ നടപ്പാക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ സന്നദ്ധമാകണം എന്നാണ് നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറുള്ളത്. ബീഹാറിൽ നടക്കാൻ കഴിയുമെങ്കിൽ, തെലങ്കാനയിൽ നടത്താൻ കഴിയുമെങ്കിൽ കേരളത്തിലും ഇവിടുത്തെ മതവും ജാതിയും സമുദായവും തിരിച്ചുകൊണ്ട് ഇവിടെ ജാതി സെൻസസ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. EWS എന്ന് പറയുന്ന മുന്നാക്ക സംവരണം നടപ്പാക്കിയപ്പോ അതിവിടെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നപ്പോഴേക്ക് ഒരാഴ്ച കൊണ്ട് മുന്നാക്ക സംവരണം നടപ്പാക്കാൻ ധൈര്യം കാണിച്ച അതിനിവിടുത്തെ എല്ലാ സർക്കാർ മിഷനറികളും ദ്രുതഗതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ജാതി സെൻസസ് നടത്താനും ജാതി സെൻസസ് അനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ വിഭവ വിതരണം നീതിപൂർവമാക്കാനും യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് കേവലം പ്രമേയം പാസാക്കലിലൂടെയല്ല, അത് അക്ഷരം പ്രതി നടപ്പാക്കാൻ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സന്നദ്ധമാകണമെന്ന് സാന്ദർഭികമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ പലരും വിചാരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് ആവശ്യപ്പെട്ട ജാതി സെൻസസ്, CPM ആവശ്യപ്പെട്ട ജാതി സെൻസസ് ഇന്നിതാ BJP തന്നെ ഞങ്ങൾ നടപ്പാക്കാൻ സാധിക്കും, തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിലൊളി അജണ്ടകൾ പലപ്പോഴും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യമുന്നയിച്ചപ്പോ അങ്ങനെ ജാതി സെൻസസ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ മതപരമായ ജാതീയമായ സ്പർദ്ധയുണ്ടാകും, കലാപമുണ്ടാകും. അതുകൊണ്ട് ജാതി സെൻസസ് നടപ്പാക്കാൻ ഇന്ത്യയിൽ സാധ്യമല്ലെന്ന് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത അതേ കേന്ദ്ര സർക്കാരാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത്. പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്നൊരു മുദ്രാവാക്യം, CPM ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു മുദ്രാവാക്യം, ഇവിടുത്തെ പിന്നാക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സംഘടനകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം അത് BJP തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ആയുധം നഷ്ടപ്പെട്ടു. ഇതല്ല ശരി. ഈ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് BJP പറഞ്ഞതിൽ വലിയൊരു അജണ്ട ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇനി സെൻസസ് നടപ്പാക്കാൻ പോകുന്ന സമയത്ത് ആ സെൻസസിലൂടെ ഇവിടെ ജനസംഖ്യാപരമായ പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയം BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ജനസംഖ്യാനുപാതികമായ പാർലമെന്റ് സംവിധാനങ്ങളുടെ പുനർനിർണയം. ഇപ്പോൾ 543 പാർലമെന്റ് മണ്ഡലങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളതെങ്കിൽ അത് BJPയുടെ പുതിയ രീതി അനുസരിച്ചുകൊണ്ട് 753 പാർലമെന്റ് മണ്ഡലമാകും. 753 അധികം പാർലമെന്റ് മെമ്പർമാരുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട്
പുതിയ പാർലമെന്റ് മണ്ഡലത്തിൽ BJP ഉണ്ടാക്കിയിട്ടുള്ള, കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പാർലമെന്റിൽ 888 MP-മാർക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ആലോചിക്കണം, 888 MP-മാർക്ക് ഇരിക്കാൻ ആവശ്യമായ പാർലമെന്റ് മണ്ഡലം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇപ്പോൾ ജാതി സെൻസസ് നടപ്പാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അതേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ കണക്കനുസരിച്ചുകൊണ്ട് 20 ലക്ഷം ജനങ്ങളുള്ള ഒരു പാർലമെന്റ് മണ്ഡലം, ആ 20 ലക്ഷം ജനങ്ങളുടെ പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളുമൊക്കെ പല പദ്ധതികളും നേരത്തെ ആരംഭിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെ ഈ ജനസംഖ്യാ നിയന്ത്രണമൊക്കെ വളരെ ഭംഗിയായി നടപ്പാക്കി. സ്വാഭാവികമായും ജനസംഖ്യാ വർധനവ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു. എന്നാൽ ഈ ജനസംഖ്യാ നിയന്ത്രണമൊന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബാധകമാകിയില്ല. ബാധകമാക്കിയെങ്കിലും അത് നടപ്പായില്ല. ഇപ്പോൾ 753 പാർലമെന്റ് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്ന BJP-യുടെ പുതിയ പോളിസി അനുസരിച്ചുകൊണ്ട് 210 സീറ്റാണ് വർദ്ധിക്കാൻ പോകുന്നത്. 210 പുതിയ MP-മാർ വരുന്നു, പുതിയ പാർലമെന്റ് മണ്ഡലങ്ങൾ വരുന്നു. ഈ 210 മണ്ഡലങ്ങളിൽ 175 മണ്ഡലങ്ങളും പുതുതായി വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്താണ്. സാക്ഷാൽ യോഗിയുടെ ഉത്തർപ്രദേശിൽ പോലും 40 മണ്ഡലങ്ങളാണ് പുതുതായിട്ട് വരുന്നത്. എന്തിനാണ് BJP ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് ബോധ്യമായില്ലേ? അവർ ജാതി സെൻസസ് നടപ്പാക്കില്ല. ജാതി സെൻസസ് നടത്തും, ജനസംഖ്യാപരമായ കണക്കെടുപ്പ് നടത്തും, ജാതി സംബന്ധമായിട്ടുള്ള നേരത്തെ ഇവിടത്തെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് എടുത്ത സർവേ നടത്തിയിട്ട് ആ സർവേ നടത്തിയതിനു ശേഷം സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഡാറ്റ ഉപയോഗപ്പെടുത്തിയെന്നല്ലാതെ ആ കണക്ക് പുറത്തുവിടാത്തതുപോലെ ഈ പുതിയ പാർലമെന്റിന്റെ പുനർനിർണയത്തിന് ആവശ്യമായ 20 ലക്ഷം ജനങ്ങളുടെ പാർലമെന്റ് മണ്ഡലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ പാർലമെന്റിന്റെ പുതിയ പുനർനിർണയത്തിനു വേണ്ടി ഈ ജാതി സെൻസസ് ഉപയോഗപ്പെടുത്തുകയും അവിടെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 210 പുതിയ പാർലമെന്റ് മണ്ഡലങ്ങളിലൂടെ BJP ബെൽറ്റിന് കാലാകാലം രാജ്യം ഭരിക്കാനും അവരുടെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സ്വപ്നം സഫലമാക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ അജണ്ടയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനോ ഇതിനനുസരിച്ചുള്ള പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിക്കാനോ ഇതിനാവശ്യമായ ജനകീയമായ ബോധവൽക്കരണം നടത്താനോ ഇതാണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ചവിട്ടിമതിച്ചുകൊണ്ട് ഒരേകാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഓരോ ആസൂത്രിതമായ അജണ്ടകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പലപ്പോഴും ചർച്ച ചെയ്യാനോ ചിന്തിക്കാനോ ആളുകളില്ല എന്ന ദുഃഖസത്യം സാന്ദർഭികമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് SKSF-നെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്ന, വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ട്രെൻഡ് പോലെയുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആളുകൾ സമ്മേളിച്ച ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കൾക്ക് മുന്നിലും വിദ്യാർത്ഥികൾക്ക് മുമ്പിലും യുവജനങ്ങൾക്ക് മുമ്പിലും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ പ്രാതിനിധ്യാവകാശം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സമുദായത്തിന്റെ പ്രാതിനിധ്യാവകാശം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രാതിനിധ്യാവകാശം പാർലമെന്റിലും നിയമസഭയിലും മാത്രമല്ല, ഇവിടുത്തെ ബ്യൂറോക്രസിയിലേക്കുള്ള പ്രാതിനിധ്യാവകാശത്തിലേക്ക് നമ്മുടെ സമുദായത്തിൽ എത്തിച്ചേരാൻ സാധിക്കണം. സമുദായത്തിൽ പല ബഹളങ്ങളും ഉണ്ടാകും, വിവാദങ്ങൾ ഉണ്ടാകും. ആ വിവാദങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് നമ്മുടെ കർമ്മശേഷിയെ, നമ്മുടെ ഊർജത്തെ, നമ്മുടെ പണത്തെ, നമ്മുടെ സമയത്തെ ഒക്കെ മറ്റു വഴികളിലൂടെ വഴിതിരിച്ചുവിടാൻ ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുസ്ലിം സമുദായം ഒരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധത്തോടുകൂടി ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ, തൊഴിൽപരമായ എല്ലാ നന്മകളും മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, ആ നന്മകൾക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഒരു സംഘടനയുടെ ഭാഗമാണ് നമ്മൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ആദർശം അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശം. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് സൂഫി പാരമ്പര്യത്തിലൂടെ ഒരു ബഹുസ്വര സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പ്രസംഗിക്കുകയോ എഴുതുകയോ അല്ല, ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള 100 വർഷത്തെ ഒരു മഹിതമായ പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി, സമുദായത്തിന്റെ എല്ലാ ഒത്തൊരുമയ്ക്കു വേണ്ടി, കൂട്ടായ്മ
നന്മക്ക് വേണ്ടി വലിയ ത്യാഗം സഹിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 1989 ദൗർഭാഗ്യകരമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ പൊതുപ്രശ്നങ്ങൾക്ക് വേണ്ടി, ആ പൊതുപ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടി മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും അവരുമായി വിഷയാധിഷ്ഠിതമായ സഹകരണം ഈ സംഘടനയ്ക്ക് ആവശ്യമാണ്. അത് സമുദായത്തിന് ഗുണകരമാണെന്ന് മഹാനായ ശൈഖുനാ ശംസുൽ പഠിപ്പിച്ച ഒരു ഫോർമുലയാണ്. അതിന്റെ അർത്ഥം ഇവിടെ സങ്കര സംസ്കാരം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വെള്ളപൂശുക എന്നുള്ളതല്ല. അവരുമായി നമ്മളുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ സമുദായത്തിന്റെ പൊതുവായ നന്മക്ക് വേണ്ടി, പൊതുവായ അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. പതിറ്റാണ്ടുകളായി ഈ പ്രസ്ഥാനം തുടർന്നു വരുന്ന ഒരു നയപരമായ സമീപനമാണ്. അതൊരിക്കലും പുതുതായിട്ടുള്ള സമീപനമല്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി ഒരുമിച്ച് വരുമ്പോൾ വിഷയാധിഷ്ഠിതമായ സഹകരണം എന്നുള്ളത് പല രീതിയിലാണ്, പല വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. മഹാനായ നാട്ടിക് ഉസ്താദ് സൂചിപ്പിക്കാറുണ്ടായിരുന്നു, നമുക്ക് മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകളുമായി വിഷയാധിഷ്ഠിതമായി സഹകരിക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്തെ വിവിധ മതസമുദായങ്ങളുമായി വിഷയാധിഷ്ഠിതമായിട്ട് സഹകരിക്കേണ്ടി വരും. പല രീതിയിലാണ് സഹകരണം ഉണ്ടാവുക. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ബിദഈ പ്രസ്ഥാനങ്ങളെ എതിർക്കണമെങ്കിൽ ബിദഈ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നവരുടെ കൂട്ടായ്മ ഉണ്ടാകണം. സ്വാഭാവികമായി മുസ്ലിം വിരുദ്ധ ശക്തികളെ എതിർക്കണമെങ്കിൽ മുസ്ലിം സമുദായങ്ങൾ ഒരുമിച്ച് നിൽക്കണം. രാജ്യത്തിന്റെ വിരുദ്ധമായിട്ടുള്ള, മനുഷ്യന് വിരുദ്ധമായിട്ടുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ലഹരി പോലെയുള്ള അപകടങ്ങളെ പ്രതിരോധിക്കണമെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രം സംഘടിച്ചാൽ പോരാ, അത് എല്ലാ മതവിഭാഗങ്ങളും സംഘടിപ്പിക്കണം, എല്ലാവരും സംഘടിക്കണം. നാട്ടിക് ഉസ്താദ് പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മൾ ചിലപ്പോൾ RSSകാരനുമായിട്ട് സഹകരിക്കേണ്ടി വരും, BJPക്കാരനുമായിട്ട് സഹകരിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ഒരു മൂർഖം പാമ്പിനെ കണ്ടാൽ ആ മൂർഖം പാമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ RSSകാരന്റെ സഹായം തേടേണ്ടി വരും. മൂർഖൻ പാമ്പ് നമ്മുടെ മാത്രമല്ല, മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഇസ്ലാമിന്റെ മാത്രമല്ല, മനുഷ്യരുടെ തന്നെ ശത്രുവാണ്. അപ്പൊ ആ മൂർഖൻ പാമ്പിനെ കൊല്ലാൻ RSSുമായി സഹകരിക്കാം എന്ന് പറഞ്ഞതുപോലെ വിഷയാധിഷ്ഠിതമായ സഹകരണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുള്ളത്. ആ രീതിയാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതൃത്വം ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സമുദായത്തിന് ഗുണമേ ചെയ്യൂ, സമുദായത്തിന്റെ ഭാവി ഭദ്രമാക്കാനേ സാധിക്കൂ. നമുക്കറിയാം, ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ സമുദായത്തിന് സഹകരിക്കാൻ പ്രയാസമുള്ള പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുടനീളം ശക്തമായ സമരങ്ങൾ നടക്കുന്നു. മുസ്ലിം സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം സംഘടനകളോട് മറ്റു സമുദായങ്ങൾ സഹകരിച്ചു നടക്കുന്നുണ്ട്. ഡൽഹിയിലൊക്കെ നടന്നിട്ടുള്ള വഖഫ് സമരത്തിൽ സിഖുകാരുൾപ്പെടെ പങ്കാളികളായി. കാരണം എന്താണ്? അത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യാനും വേണ്ടി ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അപകടകരമായ ഒരു നിയമമാണ് എന്ന് തിരിച്ചറിവാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കേണ്ടത് അത് മുസ്ലിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. എല്ലാ വിഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സമാന മനസ്കരെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിൽ തന്നെ അപമാനമുണ്ടാക്കുന്ന, മുസ്ലിം സമുദായത്തിന് തന്നെ പ്രയാസമുണ്ടാക്കുന്ന, മുസ്ലിം സമുദായത്തിന് മറ്റു സഹോദര സമുദായങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ വിഷയത്തെ നിങ്ങൾ കൂടി അഡ്രസ് ചെയ്യണമെന്ന് പറയാൻ പ്രയാസമുണ്ടാക്കുന്ന നിലപാടുകൾ ഇവിടുത്തെ പല മതസംഘടനയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. സോളിഡാരിറ്റി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗം കഴിഞ്ഞ ദിവസം കോഴിക്കോട് എയർപോർട്ടിലേക്ക് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തി. അവർ ഉന്നയിച്ച വിഷയം ശരിയാണ്. പക്ഷേ ആ റാലിയിൽ ഉയർത്തിപ്പിടിച്ച ഫോട്ടോകൾ മൗലാന മൗദൂദിയുടെ ഫോട്ടോ ആണെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണ്, ആ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ സംഘടനയാണ് എന്നെങ്കിൽ പറയാം. സയ്യിദ് കുത്തുബിന്റെ, ഹസനുൽ ബന്നയുടെ, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാക്കളുടെ ഫോട്ടോകൾ കോഴിക്കോട്ട് എയർപോർട്ടിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ രാജ്യത്തിൽ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹിന്ദുവിന്റെ പ്രശ്നമല്ല, മുസ്ലിമിന്റെ പ്രശ്നമല്ല, ഇത് ഭരണഘടനാ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ സമുദായത്തെ മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളോട് സഹകരിച്ചുകൊണ്ട് നാം ഇതുപോലുള്ള സമരങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ സഹോദര സമുദായങ്ങൾ സഹകരിക്കില്ല. നമ്മുടെ കൂടെ സഹോദര സമുദായങ്ങൾ നമ്മെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തും. അതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ്
എങ്ങനെയാണ് മുസ്ലിം സമുദായം സമരം ചെയ്യേണ്ടത്, എങ്ങനെയാണ് പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് അവർ വിദ്യാഭ്യാസം നൽകേണ്ടത്, എങ്ങനെയാണ് പള്ളി നടത്തേണ്ടത്, എങ്ങനെയാണ് ദർസ് നടത്തേണ്ടത്, എങ്ങനെയാണ് അറബി കോളേജ് നടത്തേണ്ടത്, എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്, ഇതെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ മനോഹരമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പൂർവികമായ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ നേതൃത്വത്തിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരിൽ നിന്നും ജീവിതത്തിൽ ഏറ്റവും നല്ല സൽക്രമമായി ഈ സംരംഭത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും.